ഹലോ ഗൈസ്, ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ അല്ല, ഇന്നല്ല 12 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോട്ടാ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുക്കറിൽ പായസത്തിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗോതമ്പൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഇവിടെ പുറത്ത് ഞാൻ ആദ്യമായിട്ട് പോണേ. പുറത്ത് പോയി പായസത്തിനുള്ള പാലും കശുവണ്ടിയൊക്കെ വാങ്ങിച്ച് എത്തി. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ബൈ ബൈ. അപ്പോൾ ചേട്ടന് സർപ്രൈസ് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ. അപ്പോൾ സർപ്രൈസ് ഞാൻ അജിത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കും പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പാർട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ജോജോ ചേട്ടൻ്റെ മോളുടെ കുർബാനപ്പാടാണ്. കുർബാനപ്പാട് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ വരുന്ന ഒരു പിന്നാലെ വരും. അപ്പോൾ നമുക്ക് കണ്ടാലോ. ബൈ ബൈ. ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിലേക്ക് അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്ത് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പാർട്ടിക്ക് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പായസമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വൈകിട്ട് ഇയറും കൂടെ സെറ്റ് ചെയ്തു. ഫുൾ ഔട്ട്ലുക്ക് ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് മാറിയാലോ. ഞാൻ പായസത്തിനുള്ളത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാല് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് പായസം ഇടാം. ഗോതമ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പായസം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഗൈസ്. നമുക്കിതിൽ കിസ്മിസും ഏലക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പായസം റെഡി. അങ്ങനെ ഞങ്ങള് രാത്രി ഇപ്പം സംഹാരം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മുടെ കുർബാനപ്പാടിന്റെ പാർട്ടി നടക്കുന്നത്. അപ്പോൾ ജോജോ ചേട്ടൻ്റെ മോള് സിയ കുട്ടിയുടെ കുർബാനപ്പാടിന്റെ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പാർട്ടിയിലേക്ക് പോവാണ് കേട്ടോ. സംഹാരം റെസ്റ്റോറൻറ്റ് കുറച്ച് അധികം സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കുറെ കളിക്കാനും ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ അവിടെ. അടിപൊളിയായിട്ട് ലൈറ്റിങ്സും ഒക്കെ പുറത്തായിരുന്നു, ഔട്ട്ഡോറിലായിരുന്നു പാർട്ടി നടത്തിയത്. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ജീവിതത്തുകാർ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താണ്. അടിപൊളി ഡെക്കറേഷനായിരുന്നു. അതുപോലെ തന്നെ ആങ്കറിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ചടങ്ങാണ് കേട്ടോ. ആദ്യം തന്നെ പ്രയറിലാണ് തുടങ്ങിയത്. അങ്ങനെ സിയാകുട്ടിയുടെ ഹോളി കമ്മ്യൂണിയൻ കേക്ക് കട്ടിങ് ചടങ്ങൊക്കെ കഴിഞ്ഞ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അപ്പം തന്നെ പ്ലാൻ ചെയ്താട്ടോ വീട്ടിൽ വന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ച്. പക്ഷെ ആ പാർട്ടിയിൽ തന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യാൻ. ചേട്ടന് സർപ്രൈസ് ആക്കിക്കൊണ്ട് ഞാൻ കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം നമ്മുടെ തോമയും അജിത്തൊക്കെ കൂടി പോയിട്ടാണ് കേക്കൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഗിഫ്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗിഫ്റ്റ് പരിപാടിയൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇറ്റാലിയൻകാർ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിദേശികളും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലൊരു നമുക്ക് അരുണ്ടും ശിൽസിക്ക് വേണ്ടിയിട്ട് You would like to know how you wish happy birthday in Italian? Would you like to have a mic? Yes. We can sing. Thank you so much. I don't think any of us have had the fortune to have a birthday song in Italian. So this is but we have one more. We have a couple celebrating their wedding anniversary, Bryson and Anu. അങ്ങനെ ചേട്ടൻ്റെ ബർത്ത്ഡേൻ്റെ ഒപ്പം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ജോയിൻ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, അങ്ങനെ ഷെയർ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കോമഡികളൊക്കെ ഉണ്ടായി, നിങ്ങളത് കണ്ട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇറ്റാലിയൻകാരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു, ഗ്രാൻഡായിരുന്നു നമ്മുടെ ചേട്ടൻ്റെ പരിപാടി. മുഖത്തൊക്കെ കേക്ക് തേച്ച് കൊടുത്ത് ഹാപ്പി ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കൂടെ അവർ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. പിന്നെ നമ്മളെല്ലാവർക്കും കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഇറ്റാലിയൻകാരുടെ രണ്ടാമത്തെ പാട്ട് വരാണ് കേട്ടോ. അത് എല്ലാവരും വളരെ സന്തോഷവാന്മാരായിരുന്നു, അടിച്ചു പൊളിച്ച് എല്ലാവരും ഈ ഒരു പാർട്ടിയിൽ ഹാപ്പി ആയിരുന്നു കേട്ടോ. പ്രാവശ്യം വെഡിങ് ആനിവേഴ്സറി ആണ് ആഘോഷിക്കുന്നവർക്ക് ഒരു ചടങ്ങൂടിയും ബാക്കിയുണ്ട്. സ്നേഹത്തോടു കൂടി ഒരു ഉമ്മ കൊടുക്കണം. ഇപ്പോഴും ചാൻസ് കിട്ടണം. അനു ചീത്ത പറയരുത് പ്രാവശ്യം. അവസരം മുതലാക്കി നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ളവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. നമുക്കറിയണ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്കറിയാം. We're just going to say 3 cheers for this evening. Hip hip! Hip hip! Hip hip! Thank you! Ma sono sicuro finisca in qualche letto con orlo. Siamo tutti dei bravi ragazzi a posto. Spaghetti, vino e padre nostro. E la giocò Davide. Va bene ma resta Parigi. I baci vietati, le stradine nere. Occhi tristi ma felici, quanto amici degli amici. E canti, ti sento tra le dita. E luci, ti passano le dita.
niente se non l'hai mai sentita. Da questa nome ci senta tutta l'Italia, tutta l'Italia, tutta l'Italia. Con un bicchiere in mano, e poi ci pensiamo, tutta l'Italia, tutta l'Italia, tutta l'Italia. Intanto lo prendono a calcio, a meno che fa degli strani, cucina stellata abbiamo anche tantissimo grazie, esatto, ma desideri sono degli altri, con la vita quanto piccola persona, e quanti proprio la mano, e pianti, ti sento tra le dita, e luci, ti passano le dita, con te, e dico sì è la vita, e questo non si sente, domani ci pensiamo, oggi ci diamo, che qui ci serve tutta l'Italia, tutta l'Italia, tutta l'Italia. Spanish masala nella movie. Happy birthday to you. Happy birthday to you. Happy birthday, my dear love. Happy birthday to you. Mirror open here. Markete. Wow. Stay. Wow, super. Super. കൊച്ചിന് വരുമ്പോ ABCD പഠിക്കാം ഇതിൽ നോക്കിട്ട് Thank you. നമുക്കൊരു മുത അയ്യോ Okay. അടിപൊളിയായി.